ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഡബ്ബിംഗ് ഉണ്ട് കേട്ടോ. നമ്മുടെ മിനിങ്ങാന്ന് ഷൂട്ട് ചെയ്തില്ലേ, അതിൻ്റെ ഡബ്ബിംഗ് ഉണ്ട്. ആക്ച്വലി ഞാൻ ഡബ് ചെയ്യാറില്ല, അപ്പോൾ ഇതൊരു കുഞ്ഞു പോർഷനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡബ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ട്രൈ ചെയ്യാം, നോക്കാം. ഞാൻ ചെയ്യാറില്ല, മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ പിന്നീടൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ഒരു മടിയുണ്ട്, പക്ഷേ അവർ പറഞ്ഞതുകൊണ്ട് ട്രൈ ചെയ്യാമെന്ന് കരുതി. ഒന്ന് റെഡി ആവാണ് പോവാനായിട്ട്. ഡ്രസ്സൊക്കെ ഇട്ടു. ഒരു ലിപ്സ്റ്റിക്കും കാണാനില്ല കേട്ടോ, എവിടെയാണെന്നറിയില്ല. നെട്ടയത്ത് കുറച്ച് കിടക്കുന്നുണ്ട്. അതാ കിടക്കുന്നുണ്ട് ലിപ്സ്റ്റിക്ക്, കണ്ടില്ല കേട്ടോ, സോറി. അപ്പോൾ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ഞാൻ. ഡബ്ബിങ്ങിന് പോവാനായിട്ട് റെഡി ആവുകയാണ്. വേദ സ്കൂളിൽ പോയിരിക്കുക കേട്ടോ. വേദ ഇപ്പോൾ വരും. ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ഒരു മണിക്കൂറും വേണ്ട. പിന്നെ ഞാൻ ചെയ്യാത്തത് കൊണ്ട് എത്ര സമയം എടുക്കണമെന്ന് അറിയില്ല. അത്രയ്ക്കേ ഉള്ളൂ, കുഞ്ഞൊരു പോർഷൻ. അതുകൊണ്ട് ചെറുതായതുകൊണ്ടാണ് ഞാൻ കരുതി ശരി, ഇനി ആര് വിളിച്ചതല്ലേ, ഞാനൊരു എതിര് പറയണ്ട, പോയി നോക്കാം എന്ന് കരുതിയത്. അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. വേറെ അധികം മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടുന്നുള്ളൂ. ലിപ്സ്റ്റിക് ഒന്നും കാണാനിത് പഴയതാട്ടോ, അവിടെ കിടന്നതാണ് എടുത്തത്. അപ്പോൾ റെഡിയാണ്. മുടിയൊന്ന് വേറെ കെട്ടുന്നൊന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് ഇതാക്കുന്നതേ ഉള്ളൂ. നല്ല അഴിച്ചിടായിരുന്നല്ലേ. ഇങ്ങനെ കെട്ടിയാൽ എന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കെട്ടിയത്. അഴിച്ചിടാൻ മുടി. അപ്പോൾ കാറ് വരും എനിക്ക് ഡബ് ചെയ്യാനായിട്ട്. കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 1:30 ആകുമ്പോൾ എത്തും കാറ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റെഡിയായി നിൽക്കാം. കാറ് വരുമ്പോഴേക്കും പോയിട്ട് ഡബ് ചെയ്തിട്ട് വരാം. എവിടെയാണ് ഡബ്ബിങ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കലാഭവൻ തിയേറ്ററിൽ വെച്ചാണ് ഡബ്ബിങ് കേട്ടോ. വഴുതക്കാട് കലാഭവൻ തിയേറ്ററിലാണ് ഡബ്ബിങ്. വണ്ടി വന്നില്ല, വെയിറ്റ് ചെയ്യാണ്. അപ്പുറത്ത് ജോലിക്കാർ ചേട്ടന്മാരുണ്ട് കേട്ടോ. അവർ ഫോണിലൊക്കെ എന്തൊക്കെയായിട്ട് കാണുന്നുണ്ട്. അതാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ടൊക്കെ കേൾക്കുന്നത്. നല്ല അടിപൊളി മഴ വരുന്നുണ്ട് കേട്ടോ. നല്ല കിട്ടില്ല മഴ വരുന്നുണ്ട്. എനിക്ക് കാർ ഇതുവരെ വന്നിട്ടില്ല. കാറ് വന്നിരുന്നതിൽ പോവായിരുന്നു, മഴയ്ക്ക് മുന്നേ പോയിട്ട് വരായിരുന്നു. സൂപ്പർ മഴ വരുന്നുണ്ട്. കാറ് വന്നിട്ടോ, ഞാൻ താഴേക്ക് നടക്കുകയാണേ. കലാഭവനിൽ വെച്ചായിരുന്നു ഡബ്ബിങ്. പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിയിട്ട് ഡബ്ബിങ്ങിനായിട്ട് കയറുകയാണ്. ഒരുപാട് ഞാൻ ലാസ്റ്റ് ഡബ് ചെയ്യുന്നത് ഓട്ടോഗ്രാഫിൽ എന്തോ ഒരു കുഞ്ഞ് പോർഷൻ, എന്തോ ഒരു ഓണാശംസകൾ എന്തോ ചാനലിന് വേണ്ടിയിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ലാസ്റ്റ് ഡബ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇന്ന് വരെ ഡബ് ചെയ്തിട്ടില്ല. ഓർമ്മ പോലും വരുന്നില്ല. ഒരു 20 വർഷമെങ്കിലും ആവത്തില്ല നമ്മൾ ഓട്ടോഗ്രാഫ് കഴിഞ്ഞിട്ട്. അത്രയേറെ പഴക്കമുണ്ട് കേട്ടോ എൻ്റെ ഡബ്ബിങ്ങിൻ്റെ ഇതിന്. സത്യം പറഞ്ഞാൽ ഡബ്ബിങ്ങിന് കയറിയ ഓർമ്മ പോലും എനിക്ക് ശരിക്കും വരുന്നില്ല. കുറേ നേരത്തെ അരി പറക്കലിന് ശേഷം ഞാൻ ഡബ്ബിങ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഡബ് ചെയ്യാത്ത ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്തപ്പോഴുള്ള ഒരു വൈക്ലഭ്യമാണ്. ആദ്യമായിട്ടല്ല, മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ റെഗുലറായിട്ട് ചെയ്യാറില്ല, അതുപോലെ വല്ലപ്പോഴും. അങ്ങനെ ഡബ്ബിങ് കഴിഞ്ഞു വന്നു. ഞാൻ താഴെ ഇറങ്ങി കേട്ടോ. ഞാനും ഏട്ടനും വേറെയും കൂടി നമ്മുടെ കാറിൽ ഒരു സ്ക്രീന് വയ്ക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ പിന്നെ ഇനി മുകളിലേക്ക് കയറണ്ടെന്ന് കരുതി. അവരിപ്പോൾ ഇങ്ങോട്ട് താഴേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. നമ്മുടെ ഈ മാപ്പൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്ക്രീനില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ കാർ എടുത്ത സമയത്ത് 4th വേരിയൻ്റ് എന്തുകൊണ്ട് എടുത്തത്. അപ്പോൾ അതിൽ മറ്റേ സ്ക്രീനില്ല, നമ്പറൊക്കെ ഉള്ള അങ്ങനെ പ്രസ് ചെയ്യുന്ന സെറ്റപ്പാണ്. സ്ക്രീനല്ല, ടച്ചല്ല. നമുക്ക് ഗൂഗിൾ മാപ്പൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ട്. അങ്ങനെ അതൊന്ന് സ്ക്രീനാക്കാമെന്ന് കരുതി നിങ്ങളൊരു ഷോപ്പിലേക്ക് പോവുകയാണ്. അച്ഛനും മോളും കൂടി ഇങ്ങോട്ടേക്ക് കാർ കൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഇവരെ കണ്ടില്ല, ഞാനിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. വരാമെന്ന് പറഞ്ഞ് അരമണിക്കൂറായി. ഞാൻ ഇത്ര സമയം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോഴാണ് പറഞ്ഞത്. അരമണിക്കൂറല്ല, ഒരു 5 മിനിറ്റെങ്കിലും ആവും. ഈ സമയം ഞാൻ മുകളിലെത്തിയാനെ. ഇല്ലേ, ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കും. നീ കയറി ഫ്രണ്ട് ഇരുന്ന വേണ്ട, ഇരുന്നോ.
നമ്മുടെ സ്ക്രീൻ ഇതാണ്, നമ്മളിതാണ് മാറ്റാൻ പോണത്. നമുക്ക് സ്ക്രീനില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ വണ്ടിയുടെ ഒരു മേക്ക് ഓവറിനായിട്ട് വന്നിട്ടുള്ളത് ഹൈടെക് എന്ന് പറഞ്ഞിട്ട് നെടുമങ്ങാട് വാടിക്കോടുള്ളൊരു ഷോപ്പിലാട്ടോ. ദിയയുടെ അച്ഛൻ കുറച്ച് വണ്ടിയുടെ പരിപാടികളൊക്കെ കുറേ അറിയാവുന്നതാണ്, നമ്മുടെ നെയ്ബർ ദിയയിലെ കുഞ്ഞു ദിയ. അപ്പോൾ ദിയയുടെ അച്ഛനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ചേട്ടൻ ഈ ഒരു കട സജസ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. 1-2 കട പറഞ്ഞു. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോൾ നമുക്ക് കുറച്ച് നല്ലതായിട്ടൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വന്നു. ഇവിടെ വന്നപ്പോഴേക്കും നമുക്ക് സ്ക്രീനെല്ലാം അവർ കാണിച്ചു തരികയാണ്. ഞങ്ങൾക്ക് നോർമൽ സ്ക്രീൻ എടുക്കാൻ പറ്റത്തില്ല, ഐഫോണിലൂടെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്ക്രീനേ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എടുത്ത സ്ക്രീനാണ് ഇത്. അത് ഫിറ്റ് ചെയ്യുന്ന സമയം ഞങ്ങൾ ഇവിടെ കയറിയപ്പോൾ മാർജിൻ ഫ്രീയിൽ കയറിയൊരു അവസ്ഥയായിരുന്നു കേട്ടോ. കണ്ണി കണ്ട സാധനങ്ങളെല്ലാം ഞാനും വേദയും കൂടെ അങ്ങനെ നോക്കി പറക്കിയൊക്കെ എടുക്കുമായിരുന്നു. അതിൽ നല്ല എയർ ഫ്രഷ്നറാണ് ഞാൻ ആദ്യം നോക്കിയത്. എനിക്കും വേദിക്കൊന്നും കാറിൽ എയർ ഫ്രഷ്നർ വയ്ക്കുന്ന സെറ്റ് ആവത്തില്ല കേട്ടോ. ഭയങ്കരമായിട്ട് തലവേദന വരും. അതുകൊണ്ട് ഞങ്ങളുടെ കാറിൽ എയർ ഫ്രഷ്നർ ഇല്ല എന്നുള്ളതാണ് സത്യം. ഉണ്ടായിരുന്നു, അതിനെല്ലായിടത്തും മാറ്റും. എപ്പോഴും കാർ സർവീസിന് കൊടുക്കുമ്പോൾ അവരൊരു കോംപ്ലിമെൻ്ററി പോലെ ഒരു എയർ ഫ്രഷ്നർ തരും. അതിനെടുത്ത് വീണ്ടും മാറ്റി വയ്ക്കും. പറ്റത്തില്ല കേട്ടോ. കാർ എടുത്ത സമയത്ത് ഒരു എയർ ഫ്രഷ്നർ വെച്ച് അതിൻ്റെ സ്മെല്ല് ഇപ്പോഴും കാറിലുണ്ട്. ആ കാർ അടച്ചിട്ടിട്ട് തുറന്ന് കയറുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു സ്മെല്ലാണ്, ഛർദ്ദിക്കാനൊക്കെ തോന്നും കേട്ടോ. പക്ഷേ ഇവിടെ കയറിയപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒന്ന് എടുത്തോളാൻ വയ്യ. വേദയ്ക്ക് അമ്മ എടുക്കമ്മ എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും നല്ലൊരു ഫ്രാഗ്രൻസ് ഉള്ള ഒരു എയർ ഫ്രഷ്നർ എടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴേക്കും ചേട്ടൻ്റെ ഇവിടെ ഇതെല്ലാം നമ്മുടെ കുത്തിപ്പൊളിച്ച് ഇട്ടുകൊണ്ടൊക്കെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി വയ്ക്കാനൊരു 20-25 മിനിറ്റ്, 10-15 മിനിറ്റ് സമയമേ വേണ്ടി വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും കൂടെ വന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ എടുത്തിട്ട് പോകുമ്പോഴും ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമുക്ക് അറിയണമല്ലോ. ഒന്നും അറിയാതെ പറ്റത്തില്ല. അവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം എന്നുള്ള രീതിയിലാണ് ഞാനും കൂടെ വന്നത് കേട്ടോ. അങ്ങനെ ചേട്ടൻ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെയും വന്ന് ഇതിനകത്ത് കയറി ഇരുന്നിട്ട് ഓരോ സാധനങ്ങളായിട്ട് നുള്ളിപ്പറക്കുകയാണ്. അതിൽ ഞാനൊരു എയർ ഫ്രഷ്നറും എടുത്ത് അതിനെ വയ്ക്കുമ്പോൾ തലവേദന വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. ഞാനും വേദയ്ക്ക് ഒരു നിർബന്ധം എയർ ഫ്രഷ്നർ വേണം എന്നുള്ള രീതിയിൽ, എയർ ഫ്രഷ്നർ അല്ലല്ലോ, കാർ ഫ്രഷ്നർ, അങ്ങനെ അതൊരെണ്ണം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചാർജർ എടുത്തു കേട്ടോ. ഐഫോൺ ചാർജ് ചെയ്യുന്നൊരു കണക്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഇല്ലായിരുന്നു. അങ്ങനെ അതും കൂടി ഒരെണ്ണം വാങ്ങി. പിന്നെ വേറൊന്നും വാങ്ങിയില്ല കേട്ടോ. നമ്മുടെ ഈ സെറ്റും വാങ്ങി, ഒരു എയർ ഫ്രഷ്നറും വാങ്ങി, ഒരു ചാർജർ അഡാപ്റ്ററും വാങ്ങി കേട്ടോ. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തു. ചേട്ടൻ വലിയ ഓളയത്തിലെല്ലാം പാട്ടൊക്കെ ഇട്ട് കേൾക്കുക കേട്ടോ. അത് ഞാനിതിലിടുന്നില്ല, ചിലപ്പോൾ നമുക്ക് കോപ്പി റൈറ്റിൻ്റെ ഒരു ഇത് വരുന്നതായിട്ട്. ചേട്ടൻ ഇട്ടതൊന്നും ശബ്ദം ഞാൻ കേൾപ്പിക്കുന്നില്ല. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ഒരു ക്വാളിറ്റി. അപ്പോൾ നമുക്കിനി വേണമെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ യൂട്യൂബ് കാണാം, നെറ്റ്ഫ്ലിക്സ് കാണാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു സൗകര്യമാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് ഇത് മാറ്റാനുള്ള കാരണം എന്തെന്ന് പറയുമോ, നമുക്കിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് ഗൂഗിൾ മാപ്പാണ്. ഫോണിലെപ്പോഴും മാപ്പ് ഇട്ടിട്ട് പിന്നെ വീഡിയോ എടുക്കണം എല്ലാം കൂടെ നടക്കത്തില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വലിയ സ്ക്രീനാകുമ്പോൾ കറക്റ്റ് നോക്കി സെറ്റ് ചെയ്ത് പോകാമല്ലോ എന്ന് എഴുതി ആ ഒറ്റൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു സംഭവം വെച്ചത്. അല്ലാതെ ആക്ച്വലി ഞങ്ങൾ പാട്ട് പോലും അങ്ങനെ ഇട്ട് കേട്ട് പോകാറൊന്നുമില്ല. ലോങ്ങൊക്കെ പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നോക്കി പോകണം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. പാട്ട് പോലും ഇട്ട് പോകാത്ത ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഗൂഗിൾ മാപ്പ്, അതുകൊണ്ടാണ്. അപ്പോൾ ഫൈനലി അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേക്കും അവിടുത്തെ വേറൊരു സ്റ്റാഫ് വന്നിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാണ്. ഇതെങ്ങനെ കണക്ട് ചെയ്യണം, ഇതെങ്ങനെ ഉപയോഗിക്കണം, ഒരു ആപ്പ് എടുക്കണം, എങ്ങനെ നമ്മൾ കറക്റ്റ് നമ്മൾ ഫോണിൽ ഉള്ള പോലത്തെ കുറേ ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറുണ്ട്, അതിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ സത്യമായിട്ടും. നമ്മളിങ്ങനെ ഇതിനെ യൂസ് ചെയ്തിട്ടില്ലല്ലോ, ഫസ്റ്റ് ടൈമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡിസയറിലും വീട്ടിലെ വണ്ടിയിലും ആദ്യം നമ്മൾ ഈ ബലേനയിലിരുന്ന പോലത്തെ ഒരു സെറ്റാണുള്ളത്. ഇതുപോലെ ടച്ചൊന്നുമില്ല. അപ്പോൾ ഇത് വന്നപ്പോൾ നമുക്ക് ഇതിൻ്റെ ABCD അറിയത്തില്ല. പുള്ളി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് ആദ്യം എനിക്ക് ഗൂഗിൾ മാപ്പ് എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളത് കാണിച്ചു തരുമെന്ന് പറഞ്ഞ് അങ്ങനെ അതെല്ലാം കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഡേറ്റ വഴിയാണ് അത് കണക്റ്റ് ആവുന്നത്. അപ്പോൾ കുറച്ച് സ്ലോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് പഠിച്ച ശേഷം വീട്ടിൽ ചെന്ന് വൈഫൈ കണക്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരെല്ലാം ചോദിച്ചിട്ട് ഇതാണോ എന്ന് ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു. പുള്ളി സബ്സ്ക്രൈബും ചെയ്തിട്ടോ. പുള്ളിയുടെ പേരൊക്കെ ചോദിച്ചു, ഞാൻ മറന്നുപോയി. അങ്ങനെ ഇവിടെ എല്ലാവരും ഒക്കെ നല്ല കൂട്ടായി എല്ലാവരും ഫുഡൊക്കെ എടുത്തു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു, ശ്രീകുട്ടി ഒരു സെലിബ്രിറ്റി ആയിട്ട് പോലും ആരും വന്ന് മിണ്ടുന്നില്ലല്ലോ എന്ന്. ഒരുപാട് പേര് മിണ്ടുന്നുണ്ട്, നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരുടെ ഒന്നും വീഡിയോസ് ഞാൻ അങ്ങനെ അധികം എടുക്കാറില്ല. ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ചിലരോട് ചോദിച്ച് പെർമിഷൻ ചോദിച്ചിട്ട് അവർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എടുക്കും. ചിലപ്പോൾ ക്രൗഡിൻ്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കും വന്ന്
എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കില്ല. അങ്ങനെ ഒരുപാട് പേര് ഒരാളിങ്ങനെ കമൻറ്റ് ഇട്ടിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം സാധനങ്ങളെല്ലാം വാങ്ങി ബില്ലും സെറ്റിൽ ചെയ്ത് വീട്ടിൽ പോവുകയാണ്. ഈ ഒരു അഡാപ്റ്റർ, ഈ ഒരു ഫ്രഷ്നർ, പിന്നെ ആ ഒരു സെറ്റും കൂടെ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ഇനി അതിനെ കുത്തി തുറന്നിരുന്ന് പണിയുക എന്നുള്ളതാണ് അടുത്ത ഉദ്ദേശം. ഇത് ഫുൾ ഇന്ന് തന്നെ ഇരുന്ന് നമുക്കൊരു ഫോൺ കിട്ടിയാലും അതിനെ ഫുൾ അന്ന് തന്നെ പഠിച്ച് കഴിയുമ്പോഴല്ലേ നമുക്കൊരു സമാധാനം കിട്ടൂ. അങ്ങനെ ഞാനും അതുപോലെ നമ്മുടെ ഇതിനെ ഫുൾ പഠിക്കുകയാണ്. ഇന്ന് കൊണ്ട് പഠിച്ച് കഴിയണം എന്നുള്ള രീതിയിൽ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ വൈഫൈ കണക്ട് ചെയ്താലേ നമുക്കത് ബാക്കിയോടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വൈഫൈ കണക്ട് ചെയ്ത് ബാക്കി പരിപാടികളെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബെലേനയുടെ കുഞ്ഞി മേക്ക് ഓവർ? എല്ലാവർക്കും ഈ മേക്ക് ഓവർ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ടാറ്റാ.